ഒരുപാട് ആളുകൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ഫലം ലഭിക്കുന്നില്ല. ചില ആളുകൾ പറയും, ഉസ്താദേ അൽഹംദുലില്ലാ, ഈ അമല് ചെയ്തപ്പോൾ ഫലം ലഭിച്ചു. ചില ആളുകൾ പറയും, ഉസ്താദേ ഞങ്ങൾ എത്രയൊക്കെ അമല് ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് ഒരു ഫലവും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഒരു മാറ്റവും ലഭിക്കുന്നില്ല. വലിയ സങ്കടത്തിൽ ചില ഉമ്മമാര് പറയാറുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരട്ടെ. അമലുകൾ കണ്ടിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു മഹാന്മാരുടെ ഫضല് കൊണ്ട്, നമ്മൾ ഓതുന്ന ഖുർആനിലെ ഹറഫിൻ്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ചൊല്ലുന്ന ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാവർക്കും ഫലം ലഭിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഖളാഇൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ സംഭവിക്കും, അതിനൊരു മാറ്റവുമില്ല. പക്ഷെ അള്ള പറഞ്ഞല്ലോ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരട്ടെ. മുഅ്മിനീങ്ങളെ, ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന അമല് എന്താണെന്നറിയോ? ഈ അമലിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? വർഷങ്ങളോളമായിട്ട്, മാസങ്ങളോളമായിട്ട്, ആഴ്ചകളോളമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ഒരുപാട് നടക്കാതെ പോയ എത്രയെത്ര ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. എത്ര ഉമ്മമാര് സങ്കടം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഉസ്താദേ, എൻ്റെ മകൾക്ക് 27 വയസ്സായി, കല്യാണം ശരിയായിട്ടില്ല. ചില ഉമ്മമാര് സങ്കടം പറയും, ഉസ്താദേ എൻ്റെ മകനൊരു ജോലി ശരിയാകുന്നില്ല. ചില ആളുകൾ പറയും, മലയോളം കടമുണ്ട് ഉസ്താദ്, അതൊന്നും വീട്ടാനൊരു മാർഗമില്ലല്ലോ. ഇങ്ങനെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് എത്രയെത്ര അമലുകൾ ചെയ്തൊരു ഫലവും ലഭിക്കാതെ എത്രയെത്ര ആളുകളാണ് നൊമ്പരപ്പെടുന്നത്, സങ്കടപ്പെടുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ അമല് പറയുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആർക്കും ഈ അമല് ചെയ്യാൻ പറ്റും, ഏത് ഉദ്ദേശത്തിനും ചെയ്യാൻ പറ്റുമോ. ഇന്ന ആവശ്യത്തിന് മാത്രമായിട്ടല്ല ഈ അമല് പറയുന്നത്. ഈ അമല് നമുക്ക് എല്ലാത്തിനും ഉപകരിക്കുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ല ഒരു ആഗ്രഹം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട്, ആ ആഗ്രഹം നടക്കാനെന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ട് വേണം നിങ്ങൾ ഈ അമല് ചെയ്യാൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, വർഷങ്ങളോളമായിട്ട് വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. വർഷങ്ങളോളമായിട്ട് വീട് മേടിക്കാൻ, വീട് വെക്കാൻ സ്ഥലം പോലും ഇല്ലാത്ത എത്രയെത്ര ആളുകളുണ്ട്. ആർക്കും ഈ അമല് ചെയ്യാ. ഇൻഷാ അല്ലാഹ് ഈ അമല് നിങ്ങൾക്ക് എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഇരുന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അമലാണ്. അല്ലാഹുവേ, ഈ അമല് ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകൾ, ഈ അമല് ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകളുടെ ഉള്ളിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, നീ അത് തീർത്തു കൊടുക്കണമല്ലാ. ഏർവാടി മുത്ത് ശുഹദാക്കളെ കറാമത്ത് കൊണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇതിന് നമുക്ക് വേണ്ടതെന്താണെന്നറിയോ? നമ്മൾ സാധാരണ പറയാറുണ്ട്, ഏത് അമല് ചെയ്യുമ്പോഴും ഖളാഹുൽ ഹാജത്ത് നിസ്കരിക്കുന്നത് നല്ലതാ. എന്താ ഖളാഹുൽ ഹാജത്ത്? നമ്മുടെ ഹാജത്ത് നിറവേറാൻ വേണ്ടി, നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നതിനാണ് ഖളാഹുൽ ഹാജത്ത് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ ഖളാഹുൽ ഹാജത്ത് നിസ്കരിക്കുക. ഇതിനൊരു പ്രത്യേക സമയമുണ്ട്. എപ്പോഴാണെന്നറിയോ? ഈ അമല് ചെയ്യാൻ തീരുമാനിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ അമല് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഇത് രാത്രി കാലങ്ങളിൽ ചെയ്യാനാണ് ഏറ്റവും നല്ല ഉത്തമമായ സമയം. അതുകൊണ്ട് നിങ്ങൾ രാത്രി ചെയ്യണേ.
രാത്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാ നിങ്ങൾ മാത്രം എണീക്കുക. എത്ര വലിയ തണുപ്പുണ്ടെങ്കിലും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഒളു എടുത്ത് വന്നിട്ട് നിങ്ങളൊന്ന് മുസല്ല വിരിച്ചിട്ടൊന്ന് നിസ്കരിക്കുക. 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി അല്ലാഹുൽ ഹാജത്തൊന്ന് നിസ്കരിച്ചേ. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നൊന്ന് ദുആ ചെയ്യുക. പടച്ചോനെ, ഞാനൊരു അമല് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു വിഷയമാണ്. എന്താണോ നിങ്ങളെ പ്രശ്നമെന്ന് എനിക്കറിയൂല, പക്ഷെ രാജാതിരാജനായ അല്ലാഹ്ക്കറിയാം ഉമ്മമാരെ. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരപ്പാഴയിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പറയണം. അല്ലാ, ഞങ്ങൾക്ക് വീടില്ല അല്ലാ, എനിക്കൊരു വീടിന് വേണ്ടിയാണ് ഞാൻ ഈ അമല് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അല്ലാഹുവേ, എൻ്റെ മകളുടെ കല്യാണം ശരിയായിട്ടില്ല, വർഷങ്ങളോളമായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്, ശരിയാകുന്നില്ല. അവൾക്ക് നല്ലൊരു ആലോചന വരാനും കല്യാണം കഴിഞ്ഞ് റാഹത്തായിട്ട് ജീവിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ അമല് ചെയ്യുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അതല്ലെങ്കിൽ മലയോളം കടമുള്ളവരാണെങ്കിൽ അവരത് പറയട്ടെ, ബിസിനസ് തകർന്നിരിക്കുന്നവരാണെങ്കിൽ അത് പറയട്ടെ. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, എന്താണോ നിങ്ങളുടെ ആ ഒരു വലിയ ആഗ്രഹം, അത് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് പറഞ്ഞൊന്ന് ദുആ ചെയ്യുക. ശേഷം നിങ്ങളൊരു 33 സ്വലാത്ത് ചൊല്ലണേ. ഹബീബായ തങ്ങളെ വിളിച്ചാ നടക്കാത്ത ഒന്നുമില്ലല്ലോ. മുത്തിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചെല്ലാത്ത അമല് നമുക്ക് വേണ്ട. ആദ്യം ഒരു 33 സ്വലാത്ത് ചെല്ലുക. ഹബീബായ തങ്ങളെ പേരിൽ 33 സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഇനിയാണ് നമ്മൾ അമലിലേക്ക് കടക്കുന്നത്. ആർക്കും വലിയ റിസ്ക് ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അമലാണ്. ഈ അമലാണ് മുഅ്മിനീങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ശരീഫിലെ ഖുർആനിൻ്റെ ഏറ്റവും നല്ല ഇതളുകളാ, ഖുർആനിൻ്റെ ഏറ്റവും മനോഹരമായ ആയത്തുകളില്ലേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി അറിയാത്തവര് നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകൂല എന്നാണ് എൻ്റെ വിശ്വാസം. 21 ആയത്തുൽ കുർസി നമ്മൾ ഓതണം. എങ്ങനെ ഓതണം? വെറുതെ അങ്ങ് ഓതിപ്പോയാ മതിയോ? പോരാ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആരോടും സംസാരിക്കാതെ ഫോണിലൊന്നും നോക്കാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആദ്യം ഒരു ആയത്തുൽ കുർസി ഓതണം. ആ ആയത്തുൽ കുർസി ഓതുമ്പോ ആയത്തുൽ കുർസിന്റെ അവസാനം നമുക്കറിയാം, വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അവിടെയാണ് നമ്മുടെ മർമ്മ പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത്. ആയത്തുൽ കുർസി അങ്ങനെ ഓതി വരുമ്പോ അവസാനത്തെ ആയത്തെത്തുമ്പോ ആ ആയത്ത് മാത്രം 11 തവണ നമ്മൾ ആവർത്തിച്ചു ചൊല്ലണം. ആ ഒരു ആയത്ത് മാത്രം നമ്മൾ ആവർത്തിച്ചിട്ട് 11 തവണ ഓതണം. ആദ്യം ഒരു തവണ ആയത്തുൽ കുർസി അങ്ങനെ ഓതി വരുന്നു, അവസാനത്തെ ആയത്തെത്തുമ്പോൾ നമ്മൾ നിർത്തുന്നു. എന്നിട്ട് നമ്മൾ വലായ ഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന് നമ്മൾ വീണ്ടും 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 11 തവണ പറയുന്നതോടുകൂടിയാണ് ഒന്നാമത്തെ ആയത്തുൽ കുർസി അവിടെ തീരുന്നത്. അങ്ങനെ നമ്മൾ 21 ആയത്തുൽ കുർസി ഓതേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയട്ടെ, ഒരു തവണ നമ്മൾ ആയത്തുൽ കുർസി ഓതുമ്പോൾ അവസാനത്തെ ആയത്തിൽ നമ്മൾ ഇതിങ്ങനെ ആവർത്തിച്ചു ചൊല്ലുമ്പോൾ ഇവിടെയാണ് നിങ്ങളെ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത്. എന്താണോ നിങ്ങളെ ആഗ്രഹം അത് നടക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് സങ്കൽപ്പിക്കണമേ. അത് നടക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ആഗ്രഹം പൂവണിയുന്നതായിട്ട് ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച്
ഓതുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഒന്ന് കരുതണം, എൻ്റെ വീട് പണി നടക്കുന്നതൊന്ന് കരുതണം, നിങ്ങളുടെ മക്കളെ കല്യാണം കഴിക്കുന്നതൊന്ന് കരുതണം. എന്താണോ നിങ്ങളെ നടക്കാതെ പോയ ആഗ്രഹം അത് നടക്കുന്നതായിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ കരുതിക്കോ. ഇൻഷാ അല്ലാ ഒരു 21 ദിവസമെങ്കിലും നിങ്ങളിത് മുടങ്ങാതെ ചെയ്താൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ശരീഫിലെ ബറക്കത്ത് കൊണ്ട് ആ ആഗ്രഹം സഫലീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എന്തെന്നറിയോ, അല്ല പറഞ്ഞു നിങ്ങൾ ചോദിച്ചോ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ കലാമായ ഖുർആനിൻ്റെ ഇതളുകൾ ഓതിയിട്ടാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാ 21 ആയത്തുൽ കുർസി പൂർത്തിയായതിനു ശേഷം അവിടെ ഇരുന്നൊന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യണം. അല്ലാ ഈ അമലിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഓരോ മഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ഞങ്ങളെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. എല്ലാ ദുആയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹബീബായ തങ്ങളെ പേരിൽ ഒരു 33 സ്വലാത്ത് കൊണ്ട് അത് അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാ ഈ അമൽ ചെയ്യുന്നതോടെ നിങ്ങളെ ആഗ്രഹം നടക്കാൻ ചാൻസ് കൂടുതലാണ്. ഇൻഷാ അല്ലാ ഉറച്ച് വിശ്വസിച്ചോ. ഈ ആഗ്രഹം നടക്കുമെന്ന് ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ അമലൊന്നു ചെയ്യണം. ഉമ്മമാരെ, ചെറുപ്പക്കാരാ, എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്ക്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരും സങ്കടപ്പെടണ്ട. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പടച്ചോൻ തീർത്തു തരും. അല്ലാഹു വലിയ കാരുണ്യവാനാണ്. പടച്ചോനോട് ചോദിക്കുന്നത് അല്ലാഹു വലിയ ഇഷ്ടമാണ്. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കട്ടെ. നിങ്ങളുടെ എല്ലാ ദുആയിലും പാവപ്പെട്ട വിനീതനെയും കുടുംബത്തിനെയും ഓർക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നിയാൽ ഇതുപോലെ പ്രയാസപ്പെടുന്ന സങ്കടപ്പെടുന്നവരുടെ അടുത്തേക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്ക്. അവരും ഇത് കണ്ടിട്ട് അവരുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി അത് ചെയ്യട്ടെ. അതിൻ്റെ പ്രതിഫലം കൊണ്ട് അല്ലാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരട്ടെ. ഇൻഷാ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ എല്ലാ മുറാദും നീ ഹാസിലാക്കി തരണേ അല്ലാ. ഈ അമൽ ചെയ്യുന്നവർക്കൊക്കെ നീ പരിപൂർണമായ കാമിലായ ഒരു റിസൾട്ട് നീ കൊടുക്കണമല്ലോ.